വിഷ്ണുജിത്തിന്റെ സഹോദരി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ജസ്ന, എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ, വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ടോ? ഇല്ല, ഇതുവരെ നമുക്കൊന്നും ഇതാക്കിയിട്ടില്ല. ഇന്നിപ്പോ നമ്മൾ SP-ക്ക് പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. SP ഓഫീസിൽ പോയി കണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് പാലക്കാട് ഇന്ന് പോയി അന്വേഷിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ വിവാഹം നടക്കേണ്ടതായിരുന്നു അല്ലേ? അതെ, ഇന്നായിരുന്നു മാരേജിന്റെ ഡേറ്റ്. ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായി വിഷ്ണു പറഞ്ഞിരുന്നോ? വിവാഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് കുറച്ച് ക്യാഷ് അവന്റെ അടുത്തുണ്ട്. അപ്പൊ അത് മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് പാലക്കാട് പോയിട്ടുള്ളത്. പാലക്കാട് പോയിട്ടാണ് വിളിച്ച് പറയുന്നത് ഞാൻ ക്യാഷ് റെഡിയാക്കിയത് വാങ്ങാൻ വേണ്ടി വന്നതാണ് എന്ന്. അവിടെ എത്തുമ്പോഴാണ് നമ്മളോട് പറയുന്നത്. ആ സുഹൃത്താണല്ലേ വിഷ്ണുവിനെ വിളിച്ചെന്ന് പറയുന്ന, അല്ലെങ്കിൽ വിഷ്ണുവിനെ അവസാനമായി കണ്ടത് ആ സുഹൃത്താണല്ലേ പണം നൽകിയത്? അതെ, ശരത്ത് എന്ന് പറയുന്ന സുഹൃത്താണ് അവസാനമായിട്ട് അവനെ കണ്ടിട്ടുള്ളത്, അവന് ക്യാഷ് കൊടുത്തിട്ടുള്ളതും. ഈ ശരത്ത് എന്താണ് നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ? അദ്ദേഹത്തിന് എന്ത് വിവരമാണുള്ളത്? ശരത്ത് പറയുന്നത് ഇങ്ങനെ ഒരു 11 അവന്റെ അടുത്ത് പോയി അങ്ങനെ ക്യാഷ് മേടിച്ചു, അവിടുന്ന് അവര് ബസ് കയറ്റി വിട്ടു എന്നാണ് അവൻ പറയുന്നത്. അതിനുശേഷം പിന്നെ അവനെ വിളിച്ചിട്ടില്ലാന്ന്. നേരത്തെ അറിയുന്ന ആളാണോ ശരത്ത്? ഇല്ല, നമുക്ക് ശരത്തിനെ അറിയില്ല. അവന്റെ കൂട്ടുകാരനാണെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. എപ്പോഴും വിളിക്കുന്നു, സംസാരിക്കാറൊക്കെ ഉണ്ട്. അവനെപ്പോഴും വിളിക്കും, സംസാരിക്കും, എല്ലാ കാര്യങ്ങളും പറയുന്ന ആളാണ് ശരത്ത് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ശരത്തിനെ അറിയാം. അവളാണ് ശരത്തിന്റെ നമ്പർ തന്നിട്ട് നമ്മൾ അവനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്, ഇവനെ കാണാണ്ടായിട്ട്. വിഷ്ണു മറ്റെവിടെയെങ്കിലും പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഈ പെൺകുട്ടിയുമായി എന്തെങ്കിലും തരത്തിൽ അത്തരം സംസാരങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഈ വിഷ്ണുജിത്ത് നിങ്ങളോട് സംസാരിച്ചത് എന്താണ്? അവസാനം നിങ്ങളുടെ സഹോദരൻ എന്താണ് സംസാരിച്ചത്? അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങള് വിവാഹത്തിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ടൗണിൽ പോയതായിരുന്നു. അപ്പൊ അത്രയും ലേറ്റ് ആയത് 8 മണി കഴിഞ്ഞിരുന്നു, പർച്ചേസ് ഒക്കെ കഴിഞ്ഞപ്പോ. അപ്പൊ ലേറ്റ് ആയപ്പോ എങ്ങനെയാ പോകുന്നേ, ഓട്ടോ വിളിച്ച് പോകണം, തന്നെ പോവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചൊരു നോർമൽ ടോക്ക് തന്നെയായിരുന്നു. അല്ലാതെ എൻ്റെ അടുത്ത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ സമയത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടീനെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ ആ കുട്ടീനോട് അവൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ എന്തോ ഇഷ്യൂ ഉണ്ട്, അത് തീർത്തിട്ട് ഞാൻ വരാന്ന് ആ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് അവൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താ ഇഷ്യൂ എന്ന് ചോദിച്ചപ്പോൾ അത് വന്നിട്ട് പറയാന്ന് പറഞ്ഞു. എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വിഷ്ണുവിന് ഉണ്ടായിരുന്നതായി അവർക്ക് തോന്നിയിരുന്നോ? നിങ്ങൾ സംസാരിച്ചിരുന്നോ പിന്നീട് അവരുമായി? അവളടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. തീർച്ചയായും നിങ്ങളൊക്കെ തന്നെയും വിഷമത്തിലായിരിക്കും. പക്ഷേ പോലീസ് ഏത് രീതിയിൽ അന്വേഷണം, ഇതുവരെ അവസാനം പാലക്കാടാണ് പോയത്, അവിടെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തുന്നതായി നിങ്ങൾക്ക് വിവരമുണ്ടോ? അപ്പൊ നമ്മളിപ്പോ അവിടെ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ അവര് അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുന്നതാണ് നമ്മളോട് പറഞ്ഞത്. അതിനുശേഷം ഒന്നും കിട്ടിയിട്ടില്ല. തീർച്ചയായും വിഷ്ണുവിനെ കുറിച്ച് എന്തായാലും പെട്ടെന്ന് തന്നെ വിവരങ്ങൾ ലഭിക്കട്ടെ. നിങ്ങളൊക്കെ വിഷമത്തിലാണെന്നറിയാം. ഞങ്ങളും പോലീസിനോട് ഈ കാര്യങ്ങൾ ഏതായാലും അന്വേഷിക്കുന്നതാണ്. പാലക്കാടാണ് അവസാനമായി വിഷ്ണു പോയത് എന്നാണ് ജസ്ന, വിഷ്ണുവിൻ്റെ സഹോദരി, പറയുന്നത്.